Father T.J. Joshua, one of the foremost orators of the Malankara Orthodox Church. He has been the professor of New Testament in the Orthodox Theological Seminary, Kottayam, for the last 50 years. He is the teacher of all the present respectable bishops. Sirampur University awarded him with an honorary doctorate in recognition of his excellence in the field of theological and biblical studies. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം കേരള ജനതയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയൊരു വരദാനമാണ്. ക്രൈസ്തവ സഭകളുടെ മാത്രം ഒരു സമ്പത്തല്ല അദ്ദേഹം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സമാദരണീയനാണ്. എനിക്ക് തിരുമേനിയെ കാണുന്നതും സംസാരിക്കുന്നതും തിരുമേനിയിൽ നിന്ന് കേൾക്കുന്നതും വളരെ അധികം സന്തോഷവും പ്രചോദനവും നൽകുന്ന ഒരു കാര്യമാണ്. അതെനിക്കറിയാം. എനിക്ക് അതുപോലെയാണ്. തിരുമേനിയെ പറ്റിയുള്ള എൻ്റെ ഒരു വലിയ സന്തോഷപരമായ കാര്യം, ഏത് സദസ്സിൽ ചെന്നാലും അവർക്ക് അനുയോജ്യമായ സന്ദേശം കൊടുക്കുവാനുള്ള തിരുമേനിയുടെ ഒരു അസാമാന്യമായ കഴിവ് എന്നെ സ്പർശിച്ചിട്ടുണ്ട്. വേദശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനനുസരണമായ നല്ല ചിന്തകൾ അവരുടെ മുമ്പിൽ വയ്ക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഒരു കഴിവ് അസാധാരണമെന്ന് മാത്രമല്ല, ഒരു വരദാനമാണ് അങ്ങനെ തിരുമേനിക്ക് സാധിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നേരത്തെ ഒരുങ്ങി വല്ലതുമാണോ തിരുമേനി ഈ പ്രസംഗിക്കുന്നത്, അതോ അന്നേരം സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ? രണ്ടും കൂടെ. ഇപ്പം അച്ഛനെ പോലുള്ള ആള് ഇങ്ങനെ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് ആളുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ശരി, അതെ. അങ്ങനെ എൻ്റെ സ്നേഹിതർ ഞാൻ ഉയരുന്നതിലും വളരുന്നതിലും എനിക്ക് ബഹുമതി ലഭിക്കുന്നതിലും സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പലർക്കും കൂട്ടുകാർ ഉയരുന്നത് ഇഷ്ടമുള്ളതല്ല. അതല്ല, എനിക്ക് അങ്ങനൊരു വലിയ ദൈവാനുഗ്രഹം. എൻ്റെ സ്നേഹിതർ എൻ്റെ നന്മയിൽ സന്തോഷിക്കുന്നത്. തിരുമേനിയുടെ സ്നേഹിതരെന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് എല്ലാ കേരളത്തിലുള്ള ജനതകൾക്കെല്ലാം തിരുമേനി പ്രിയങ്കരനാണ്. ഞാൻ ഒരിക്കൽ തിരുമേനി ഓർത്തഡോക്സ് സെമിനാരിയിൽ വന്നു. അന്ന് വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികളാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു തിരുമേനി എന്ത് വിഷയമായിരിക്കും അവരോട് സംസാരിക്കുന്നതെന്ന്. വളരെ ഹൃദ്യമായിട്ട് വേദശാസ്ത്രപരമായ ഒരു വിഷയം അവതരിപ്പിച്ച് അതിൽ നർമ്മവും ചാലിച്ച് അവരോട് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് താഴെ വന്നിരുന്ന് കഞ്ഞി കുടിക്കുന്നു. വൈകിട്ട് കഞ്ഞിയാണ് സെമിനാരിയിൽ. അത് കണ്ടപ്പോഴൊക്കെ എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി. ഞങ്ങളുടെ തിരുമേനിമാർക്കൊക്കെ മേശയാണ് കഴിക്കുന്നത്, അവർ ഭക്ഷണമല്ല മേശയാണ് കഴിക്കുന്നത്. ഇത് വന്ന് ഞങ്ങളുടെ കഞ്ഞി കുടിക്കാൻ കാണിച്ച സൗമനസ്യം അതെന്നെ സ്പർശിച്ച ഒരു വസ്തുതയാണ്. ഞാൻ പലപ്പോഴും ഈ വചന ശുശ്രൂഷയിലാണ് എൻ്റെ ഒരു വലിയ കാലം അധീനം ചെയ്തിട്ടുള്ളത്. അതിൽ തിരുമേനിക്ക് എങ്ങനെയാണ് ഈ ഒരുക്കത്തിനും മറ്റുമൊക്കെ ഉള്ള സബലം ഇങ്ങനെ കണ്ടെത്തുന്നത്? പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരുക്കം, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ വായനയെ സംബന്ധിച്ചുള്ള ഗോസ്പൽ പ്രീച്ചിങ്.
ഞാൻ പലരുമായി സംസാരിക്കുകയും വായിക്കാൻ ശ്രമിക്കുകയും നിങ്ങളെപ്പോലൊന്നും വായിക്കുന്നില്ല. പിന്നെ ആളുകളുമായിട്ട് എന്നിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുടെ ചിന്തകൾ ഞാൻ കേൾക്കും. ഈ വായനയേക്കാൾ കൂടുതൽ സംസാരത്തിൽ കൂടെ കിട്ടുന്ന അറിവാണ്. പിന്നെ ഈ എല്ലാ മനുഷ്യനും ബുദ്ധിമാനാണെന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, നമുക്കത് മനസ്സിലാകാൻ സാധിച്ചില്ലെന്നുള്ളത് കൊണ്ട് അത് അബദ്ധമാണെന്ന് പറഞ്ഞ് തള്ളരുത്. അതിൻ്റെ അകത്ത് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പള്ളിയിലെ ആരാധനാ മധ്യയുള്ള പ്രസംഗവും കൺവെൻഷൻ പ്രസംഗവും തമ്മിൽ എങ്ങനെയാണ് തിരുമേനി വ്യത്യാസം കാണുന്നത്? ആരാധനാ മധ്യയുള്ള പ്രസംഗത്തിൽ ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡായിട്ടാണ് ഒരു ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. കൺവെൻഷൻ പ്രസംഗം പൊതു ആശയങ്ങൾ പങ്കിടുക, അവർ വേണ്ടതെടുക്കുക, വേണ്ടാത്തത് കളയാം. മറ്റേത് ദൈവത്തിൽ നിന്ന് ഞാൻ അവർക്ക് നൽകുന്നതാണ്. അത് അങ്ങനൊരു ചെറിയ വ്യത്യാസം. അതായത് ദൈവം എനിക്ക് തന്നതിനെയാണ് ഞാൻ പറയുന്നത്. മറ്റേത് എനിക്ക് തന്നത് എൻ്റെ കയ്യിലിരിക്കുക, എവിടുന്നേലും പല കിട്ടിയത് അതവർക്ക് പങ്കിടുക എന്നുള്ളതാണ്. ദൈവം തന്നത് മാത്രമല്ല, മറ്റുള്ളവർ തന്നതും ഞാൻ തന്നെ പൂർണ്ണമായി സ്വീകരിക്കാത്ത ആശയവും. അത് തിരുമേനിയുടെ ആ ഒരു കഴിവാണ് തിരുമേനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ വചന ശുശ്രൂഷയിലുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഹിന്ദുയിസത്തിൽ നിന്നും പറയാറുണ്ട്, മറ്റ് മതങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കാറുമുണ്ട്. അപ്പോൾ അതിൽ അതിശയമുള്ളത് ഈ ഓർമ്മ എന്നുള്ളത് ഈ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് വസ്തുതകളൊക്കെ നല്ല കൃത്യമായിട്ട് അടുക്കി പറയുന്നു. വ്യതിചലിക്കാറില്ല തിരുമേനി. ആ വിഷയത്തോട് ചേർന്ന് തന്നെ അങ്ങ് പോകുന്നുണ്ട്. ചിലർ പ്രായമായി കഴിയുമ്പോൾ പറഞ്ഞ് അങ്ങ് മാറിപ്പോകും. ഇതതില്ല. യു വിൽ കം ബാക്ക് ടു ദി സെയിം പോയിന്റ്. അതെന്നെ ആകർഷിച്ചൊരു വസ്തുതയാണ്. അത് അറിയണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാല്ലാത്തൊരു മാർഗവും. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ പ്രായമാകുമ്പോൾ നമ്മൾ ഓർത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മറക്കും. ഇന്നലെ ഞാൻ ഒരുത്തനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 2 വലിയ ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നല്ല ഓർമ്മ, ഒരിക്കൽ കേട്ട കാര്യം ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തെ എന്താ ഞാൻ മറന്നുപോയി. ഈ ഓർമ്മ അതിതൊരു അസാധാരണമായ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് അത് സാധിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ വരദാനം. സമ്മതിക്കുന്നു. അല്ല, ഇതൊരു പ്രത്യേകം ആയിട്ട് ഉള്ള, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വരദാനം ഞാനീ പറയുന്ന മാത്രമല്ല, കേൾക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ വരദാനം. അവരെ എന്നെ സ്വീകരിക്കാനും എന്നെ ബഹുമാനിക്കാനും തയ്യാറുള്ള ആളുകളാണ്, അല്ലാതെ എന്നെ മോശമാക്കാനുള്ള ആളുകളാണ്. അതൊരു വലിയ സംഗതിയാണ്. പക്ഷെ അങ്ങനെ എല്ലാവരും സ്വീകരിക്കുവാനും ശ്രദ്ധിക്കാനും തക്കവണ്ണം തിരുമേനിയുടെ കയ്യിലിരിപ്പും അതുപോലെ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് നേരെ മറിച്ച് ഞാൻ ആരാണ് ഏതാണ് എന്നൊക്കെ ഒരു ഭാവമുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നേ വിചാരിക്കുള്ളൂ. ആ ഒരു ഓപ്പൺനെസ് ആൻഡ് ഞാൻ അങ്ങനെ വലിയൊന്നും അല്ല എന്നുള്ള ഒരു സമഭാവേനയുള്ള ഒരു സമീപനം, അതൊരു വലിയൊരു കഴിവാണ്. പലർക്കും അത് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ
തിരുമേനിമാരുടെ കൂടെയും മറ്റുമൊക്കെ വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ടറിയാം പല തിരുമേനിമാരും ആ സ്ഥാനത്തെത്തിക്കഴിയുമ്പോഴേക്ക് അച്ഛനായിരുന്ന ആളല്ല മെത്രാനായി കഴിയുമ്പോഴേക്ക് അവർ വേറൊരു സ്ഥാനത്തെത്തി എന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും പിന്നെ സാമാന്യ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അങ്ങ് അകലുകയാണ് ചെയ്യുന്നത്. അത് തിരുമേനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം സ്പർശിച്ചത്. അതൊരു കാര്യമാണ്. തിരുമേനിമാരെ നമ്മളെല്ലാവരും സ്വീകരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായി തിരുമേനിമാർ വിചാരിക്കും അവർ മിടുക്കന്മാരെന്ന് വെച്ചാൽ അവരെ അത്രയും സ്വീകരിച്ചിട്ടില്ല. എന്നാലും അവർ പറയും തിരുമേനി പറഞ്ഞതല്ലയോ സ്വീകരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് ആവർത്തിച്ചാൽ അതെ അങ്ങനത്തെ ഒരു ആപത്ത് എനിക്ക് വലുതായിട്ടുണ്ടാകാനിടയായിട്ടില്ല. കാരണം എൻ്റെ ആളുകൾ സ്നേഹമായിട്ട് പറഞ്ഞതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ്. കാര്യം അവരതിനെ വിമർശിക്കുമ്പോൾ ഞാനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ഞാൻ കാണാത്ത ഒരു വശം അവർ കാണിച്ചു തരികയാണ് ചെയ്തത്. അതുകൊണ്ട് അത് പക്ഷെ ആ വിധത്തിൽ എടുക്കാൻ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. അല്പം ഒരു വിമർശനമോ ഏതെങ്കിലും വിയോജിപ്പോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളിനെ നോക്കുന്നത് മറ്റൊരു ദൃഷ്ടിയിൽ കൂടിയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് വളരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വളരെ തുറന്ന് സംസാരിക്കും തിരുമേനിമാരോടും ഒക്കെ തന്നെ. പക്ഷെ ആ സമയത്ത് അവരുടെ ചിലത് വന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പടി സ്വീകരിക്കുവാനുള്ള ഒരു സന്നദ്ധത കണ്ടിട്ടില്ല. അതൊരു എനിക്ക് മറ്റവൻ്റെ ആവശ്യബോധം ഉണ്ടാത്ത കാരണം അത്രയ്ക്ക് വലിയ അറിവില്ല. മറ്റു ചിലർക്ക് നല്ല തീരുമാനശക്തി അറിവുമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് തീരുമാനിക്കും. എന്നെ ആകർഷിച്ച 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയട്ടെ. ഒന്നാമത്തെ കാര്യം തിരുമേനിയുടെ നർമ്മം ചാലിച്ച ഉന്നതമായ ചിന്തകൾ. ഇത് അസാധാരണമായ ഒരു കഴിവ് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. മെത്രാപ്പോലീത്ത എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു വലിയ സ്ഥാനത്തിൻ്റെ പദവിയുടെ ഒക്കെ പര്യായമായി കാണുകയും ആ വിധത്തിൽ സ്വയം ചിന്തിക്കുകയും ചെയ്യുന്ന പലരുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും വിഭിന്നനായിട്ട് കർത്താവിൻ്റെ ആ എളിമ എന്നുള്ള മനോഭാവത്തെ സ്വാംശീകരിച്ചുകൊണ്ട് വളരെ അധികം ലളിതമായ ഒരു പ്രവർത്തനം. മൂന്നാമത്തേത് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തികളോടുള്ള പെരുമാറ്റമാണ്. വലിപ്പ ചെറുപ്പം ഇല്ലാതെ, ജാതി വ്യത്യാസം ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, അവൻ്റെ വ്യക്തിത്വത്തെ ആദരിക്കുവാൻ, അംഗീകരിക്കുവാൻ, അവരുമായി നല്ല ബന്ധം ഉണ്ടാക്കുവാനും പുലർത്തുവാനും കഴിയുന്ന ഒരാളാണ്. ചിലർക്ക് നല്ല ബന്ധം ഉണ്ടാക്കാം, പക്ഷേ അത് തുടരുന്നത് പലപ്പോഴും സംഭവിക്കാറില്ല. എന്നാൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധം തുടർന്ന് അത് പുലർത്തുവാൻ തക്കവണ്ണം കഴിയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അദ്ദേഹത്തെ സ്വീകാര്യനാക്കി തീർത്തിരിക്കുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ തമ്മിൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതിനേക്കാൾ ഒരു സൗഹാർദ്ദവും അടുപ്പവും ഒക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോഴും കുറ്റം പറയുന്ന വിധത്തിൽ പരസ്പരം സഭകളെ തമ്മിൽ അങ്ങനെയുള്ള ചില ആളുകളും ഉണ്ട്. അപ്പോൾ ഈ സഭകൾ തമ്മിലുള്ള ബന്ധം ഭദ്രമാക്കാൻ, കുറെ കൂടെ അടുപ്പമുള്ളതാക്കാൻ എന്തൊക്കെ തിരുമേനിയുടെ മനസ്സിലുണ്ട്? എൻ്റെ ഒരു അഭിപ്രായം, ഒന്നാമത് എല്ലാം കൂടെ ഒരു സഭയാകരുത്. അത് ഞാൻ യോജിക്കുന്നു. രണ്ടാമത് ഓരോരുത്തർക്ക് അവരവരുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ട്രഡീഷനിലുള്ള ആളുകൾ
അവരുടെ ട്രഡീഷൻ, അവർക്ക് പരിചയപ്പെട്ട ട്രഡീഷൻ, ആ ട്രഡീഷൻ വിടാൻ പ്രേരിപ്പിക്കരുത്, നിർബന്ധിക്കരുത്. പ്രേരിപ്പിക്കുന്ന അതാണ്. ഇപ്പൊ ഈ കത്തോലിക്ക സഭയിൽ എത്ര റീത്തുകളാണ്? ഒത്തിരിയുണ്ട്. പക്ഷെ ഒരു സഭയാണ്. ആ വിധത്തിൽ ആയിരിക്കണം. ദൈവം സൃഷ്ടിച്ചപ്പോൾ രണ്ട് മനുഷ്യരെ ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ എല്ലാ മനുഷ്യരും തമ്മിൽ ഒരു യോജിപ്പുണ്ട്. അവരുടെ ഫോമിലും അവർ തിങ്കിങ്ങിൻ്റെ ഒരു ഏരിയയുടെ ഉള്ളിലല്ല പോകുന്നത്. അത് ഭ്രാന്താവും അന്നേരം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉള്ള നമ്മൾ വ്യത്യസ്തതയെ പഴിക്കരുത്, എന്നാൽ വ്യത്യസ്തത ഭിന്നതയായിട്ട് തീരുകയും വരുത്. വ്യത്യസ്തത പുലർത്താം, പുലർത്തണമെന്ന എൻ്റെ അഭിപ്രായം. അതേ സമയത്ത് ചില തെറ്റായതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമോ? അതല്ല, തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുള്ള സംഗതി ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. എന്നാൽ എനിക്കിപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് തെറ്റാന്ന് പറയുന്നത്. ഈ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ അത് മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കണം. മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തെറ്റാണെന്ന് പറയുന്നത്. അല്ല, ഇപ്പം തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ശരി, പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് എനിക്കൊരു വ്യത്യാസമാണ്. കാരണം അതിനാൽ യേശുക്രിസ്തു പാതാളത്തിൽ പോയി പ്രസംഗിച്ചു. പാതാളത്തിൽ മരിച്ചവരേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് ആ വിധത്തിൽ അത് മനസ്സിലാക്കാനുള്ള ശ്രമം, എന്തുകൊണ്ട് ഇവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. നമ്മളതല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞേച്ചാ പിന്നെ ന്യായം കണ്ടുപിടിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ. ആ മനസ്സ് വരുമ്പോൾ കുറെ കൂടി ഒരു തുറന്ന സമീപനം. അതില്ലാത്തതല്ലയോ ഇതിൻ്റെ വലിയ കുഴപ്പം? അച്ഛൻ ആ പറഞ്ഞതാണ് നമുക്ക് ഇന്ന് ആവശ്യം. തീർച്ചയായിട്ടും സഭാ യോജിപ്പോ ഒന്നുമല്ല. കർത്താവിൻ്റെ മനസ്സ് മറ്റുള്ളവനെ മനസ്സിലാക്കാൻ ഉള്ള വലിയൊരു ശ്രമം നമുക്കുണ്ടാകണം. സമൂഹമാണ് നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്നത്. മറ്റു മനുഷ്യരാണ് നമുക്ക് ശക്തി, ഊർജവും നൽകുന്നത്. അതുകൊണ്ട് സമൂഹത്തോടും മനുഷ്യനോടുമുള്ള കടപ്പാട് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നാം വലിയവരാകും. കാര്യം അവർ നമ്മളെ സ്വീകരിക്കുക. അതാണ് ഈ വലിയവരെന്ന് പറഞ്ഞാൽ. എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്, എൻ്റെ അമ്മയ്ക്ക് സൗന്ദര്യം കുറവാണ്. എന്നാൽ ഞാനിപ്പം വേറൊരു അമ്മയെ വിദ്യാഭ്യാസവും സൗന്ദര്യവും എടുക്കാൻ തയ്യാറാണ്. അതുപോലെയാണ്. അപ്പം അതൊരു അക്സെപ്റ്റൻസ്, നോട്ട് ബിക്കോസ് ഓഫ് വാട്ട് ഷീ ഈസ്, ബട്ട് ബിക്കോസ് വാട്ട് ഷീ ഈസ് ടു മീ. അതുകൊണ്ട് ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ തമ്മിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് തമ്മിലുള്ള. അതെ. പക്ഷേ പലർക്കും ഈ ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ളത് അറിയാൻ പാടില്ല. അതാണ് ഇന്നത്തെ വലിയ പ്രശ്നം. അച്ഛൻ പറഞ്ഞതാണ്, ബന്ധങ്ങളാണ് അത്യാവശ്യം, അത് കാത്തു സൂക്ഷിക്കണം. അതിന് കുഴപ്പം വരുന്നത് നമ്മൾക്കാണ് ദോഷം വരുന്നത്. ഞാൻ എൻ്റെ അയൽവാസിയുമായി പിണങ്ങിയാൽ അവനല്ല, ഞാനാണ് മോശക്കാരനായിത്തീരുന്നത് എന്നുള്ള ആ അറിവ് കൊടുക്കണം. അതൊക്കെ
ഈ അച്ഛൻ്റെ ഈ മനോരമയിലുള്ള എഴുത്തുണ്ട്, അത് സമൂഹത്തിന്, ഞാൻ ഒരാളിനോട് പറഞ്ഞു, അത് ആ എഴുത്ത് വായിച്ചിട്ടും കേരളം ഇങ്ങനായി പോയല്ലോ, മനസ്സിലായില്ല. അതുകൊണ്ട് അതുപോലെ നമ്മൾ മറ്റവൻ്റെ ആവശ്യബോധം നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടായി വരണം. അത് സാധാരണക്കാരനെയും സ്വീകരിക്കാനായിട്ട് പഠിക്കണം. എൻ്റെ ഒരു ധർമ്മക്കാരനുണ്ടായിരുന്നു, എന്നെ കാണാൻ വരും. അയാളോട് ഞാൻ ചോദിച്ചു, അയാൾക്ക് എന്നോട് വർത്തമാനം പറയുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, തിരുമേനി തിരുനക്കരയിൽ നാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു, ആ കഥ എനിക്ക് അങ്ങ് ഇഷ്ടമായിപ്പോയി. എൻ്റെ സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, ഈ തിരുമേനി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ സ്നേഹിതനാണെന്നല്ല, അവനോട് ഇംഗ്ലീഷ്. കാരണം തിരുമേനിയെ മഹാനാക്കാനായിട്ട് അവൻ ഫ്രണ്ട് ആക്കി. അപ്പം അവൻ്റെ കൺസെപ്റ്റിൽ ഉള്ള വലിപ്പം അവൻ എനിക്ക് തരിക ചെയ്ത്. അല്ല, അതിനകത്ത് ഞാൻ കാണുന്നത് ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള ഒരാൾക്ക് പോലും തിരുമേനി എൻ്റെ സ്നേഹിതനാണെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു അടുപ്പവും അതുപോലെ ഒരു ഉറപ്പവും ഉണ്ട് എന്ന് തോന്നത്തക്ക ഒരു വ്യക്തിത്വമാണ് തിരുമേനിക്കുള്ളത്. അതാ ഞങ്ങൾക്കൊക്കെ ഉള്ള ആ അഭിമാനവും അഭിനന്ദനവും. അതാ തിരുമേനിയുടെ ഒരു വ്യക്തിത്വം എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനാണ്. ഭിക്ഷക്കാരനും വലിയ അങ്ങേയറ്റത്തെ പ്രധാനമന്ത്രി മുതലുള്ള ആളുകൾക്കുമൊക്കെ സ്വീകാര്യനായി അവരുടെ എല്ലാം സൗഹൃദവും സ്നേഹവും തിരുമേനിക്കുണ്ട്. അതാണ് ഞങ്ങളെ ഒക്കെ ആകർഷിക്കുന്ന വസ്തുത. അത് തിരിച്ചും ആണ്. എല്ലാവരും എന്നോട് എനിക്കങ്ങനെ മറ്റുള്ളവൻ ഉയരുന്നതിൽ അസൂയ ഇല്ല. കാരണം രണ്ട് സംഗതി. ഒന്ന്, അങ്ങനെ അത്ര ജോഷുവാച്ചൻ്റെ അത്രയും ഞാൻ ഉയരാൻ ഒക്കുകയില്ലെന്ന് എനിക്കറിയാം. അന്നേരം ഞാൻ പിന്നെ അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ ജോഷുവാച്ചന് ഉയർന്നിരിക്കുന്ന രംഗങ്ങൾ കണ്ടിട്ട് അതിനെ മനസ്സിലാക്കി ശ്രമിക്കുമ്പോൾ ഞാൻ അറിയാതെ വലിയവനാണ്. അതൊരു ഒരു ഹൃദയവിശാലതയുടെ ഒരു വലിയ ഒരു അനുഭവമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതാ ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ സംഭാഷണം തന്നെ എന്നെ വലിയവനാക്കി. വന്ന ഞാനല്ല തിരിച്ചു പോകുന്നു. ഞാൻ അതിനേക്കാൾ അധികം വലിയ അഭിമാനത്തോടെയാണ് പറയുന്നത്. വലിയ തിരുമേനിയുമായിട്ട് ഇന്ന് ഞാനൊരു സംഭാഷണത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അവിസ്മരണീയമായ ഒരു അനുഭവമാണ് തിരുമേനിയുമായിട്ട് ഇത്. അതിനെയും തലമുറകളിലേക്ക് കാണുവാനുമുള്ള അവസരവുമാകും. തിരുമേനിയെപ്പറ്റി എപ്പോഴും വളരെ വളരെ ആദരവോടെ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ദീർഘായുസോടെ ദൈവം അദ്ദേഹത്തെ കാത്തു സൂക്ഷിച്ച് കേരള ജനതയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിരിക്കുന്ന സംഭാവനകൾ അതുപോലെ തന്നെ സാക്ഷ്യം ലഭിക്കുവാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. നമ്മുടെ ഹിന്ദുക്കൾ കലികാലം എന്ന് പറയും. ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാരെങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സമീപനം, എല്ലാ മതത്തിൽപ്പെട്ട പുരോഹിതന്മാരും അവർ ചെയ്യേണ്ടതായ ഒരു കർത്തവ്യം എന്താണ്? അതുപോലെ നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ തീരണം. ഇന്ന് പല പള്ളികളും വഴക്കുകളും വയ്യാവേലികളുമാണ് കൂടുന്നത്. അത് മാറിയിട്ട് സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ.